വിശുദ്ധ അന്തോണിയോസ് പുണ്യാളന്റെ ഓർമ്മ തിരുനാൾ. വിശുദ്ധ അന്തോണിയോസ് പുണ്യാളൻ എന്ന് പറയുന്നതിലും കേൾക്കാൻ നമുക്ക് ഏറെ ഇഷ്ടം പാതുവായിലെ വിശുദ്ധ അന്തോണിയോസ് എന്ന് പറയുന്നതായിരിക്കും, അല്ലേ? 1195 ഓഗസ്റ്റ് മാസം 15-നാണ് ഈ പുണ്യാളൻ ജനിച്ചത്. മാർട്ടിൻ ത്രേസ്യ എന്നിവരാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. പ്രഭു കുടുംബത്തിലെ അംഗമായ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണി അറിയപ്പെട്ടിരുന്നത്. അപ്പനും അമ്മയും തികഞ്ഞ ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് അന്തോണിയെ സമർപ്പിച്ചിരുന്നു. ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി അന്തോണി കരയുമ്പോൾ മാതാവിന്റെ തിരുസ്വരൂപം കാണിച്ചാൽ അവൻ കരച്ചിൽ നിർത്തുമായിരുന്നു. അങ്ങനെ ഏറെ വിശ്വാസത്തോടെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അന്തോണി വളർന്നു. പിന്നീട് ദൈവവിളിയുടെ ഭാഗമായി അന്തോണി അഗസ്തീനിയൻ സന്യാസം സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു. ശേഷം 1210 സെന്റ് വിൻസെന്റ് ആശ്രമത്തിൽ ചേർന്നു. ഫ്രാൻസിസ്കൻ സഭയുടെ ജീവിത രീതികൾ അന്തോണിയെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതുമാത്രമല്ല, മൊറോക്കോയിൽ രക്തസാക്ഷികളായ ഫ്രാൻസിസ്കൻ സഹോദരങ്ങളെ പറ്റി അറിഞ്ഞപ്പോൾ മൊറോക്കോയിൽ പോയി കർത്താവിനായി രക്തസാക്ഷിത്വം വഹിക്കാൻ അദ്ദേഹം ഒരുങ്ങി. അങ്ങനെ 1220 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. വചന പ്രഘോഷണത്തിൽ വളരെ സാമർഥ്യമുള്ള ആളായിരുന്നു അന്തോണിയോസ്. വിവിധ ഭാഷകളിൽ അന്തോണി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായ അനീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 1231 അനുതാപത്തിൽ ഊന്നിയുള്ള നിരവധി സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ ശക്തി ക്ഷയിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം കാമ്പോ സാൻ പിയറോയിൽ ഏകാന്തമാസം നയിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ വിശുദ്ധന് പാതുവായിലേക്ക് മടങ്ങേണ്ടി വന്നു. പക്ഷേ വിശുദ്ധന് പാതുവായിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ക്ഷീണിതനായ അന്തോണിയോസിനെ ആർസെല്ലായിലെ പുവർക്ലാര സന്യാസിനി മഠത്തിൽ എത്തിച്ചു. അവിടെ വെച്ച് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ മരണം പാതുവായിലെ ജനങ്ങളെ വല്ലാതെ വിഷമത്തിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ അന്തോണിയോസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും 1946 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി അംഗീകരിക്കുകയും ചെയ്തു. തിരുസഭയിലെ ഏറ്റവും പ്രസിദ്ധരായ വിശുദ്ധരിൽ ഒരാളാണ് പാതുവായിലെ വിശുദ്ധ അന്തോണിയോസ്. പാവപ്പെട്ടവരുടെ മധ്യസ്ഥ സഹായിയായ വിശുദ്ധന്റെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ടത് തന്നെയാണ്. സുഖലോലുപതയിൽ തന്റെ ജീവിതം വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അദ്ദേഹത്തിന് ജീവിച്ചു തീർക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം യേശുവിന്റെ സഹനത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്. നമുക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും സ്വീകരിക്കാൻ ശ്രമിക്കാം. അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ശാരീരികമായ പാപകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിനെ നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിനെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എന്തെന്നാൽ പരിച്ഛേദന സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കുവാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിചിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവിടെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിനോ നടത്താതിരിക്കുന്നതിനോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാകുന്നു എന്നതാണ് പരമപ്രധാനം. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിന്റെ അടയാളങ്ങൾ ധരിക്കുന്നു. സഹോദരനെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ അത്താറിം വഴി വരുന്നെന്ന് നെഗബിൽ വസിച്ചിരുന്ന കാനാന്യനായ ആരാധന രാജാവ് കേട്ടു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറെ പേരെ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ വിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രമിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കാനാനിലെയും അവരുടെ പട്ടണങ്ങളെയും വിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഏതോം ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമി മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം കിട്ട ഞങ്ങൾ പഠിച്ചു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആ 7 സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദർശനമേറ്റ് ഇസ്രായേലിൽ വളരെ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്ക് കർത്താവിനെതിരായി സംസാരിച്ച് ഞങ്ങൾ വലിയ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചാസർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ ഉച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ ഉച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ദരിദ്ര പക്ഷി